പേടിയാണ് 3 ലക്ഷമൊക്കെ ലോൺ എടുക്കാൻ. കാരണം പലിശ ഇങ്ങോട്ട് കൂടിയാൽ ഒരടവ് തെറ്റിയാൽ കഴിഞ്ഞു കാര്യം. വീഡിയോ വ്യൂസ് ഇല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് ലോൺ അടച്ച് വീട്ടാനേ. നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദുആയും എല്ലാം എൻ്റെ മനസ്സിലുണ്ടാവും. ഞാനതൊന്നും മറക്കൂല. വന്ന വഴി മറക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും മറക്കൂല നിങ്ങളെ സഹായം സഹകരണം. നമ്മൾ ജീവിതത്തിൽ ആകെ ഒരു വീടാണ് ഉണ്ടാക്കുക. അപ്പോൾ ആ വീടിന് കുറ്റിയടിക്കുമ്പോൾ എല്ലാവരും കുരുത്തം പൊരുത്തൊക്കെ നമുക്ക് വേണം. ഞങ്ങൾ പള്ളിയൊക്കെ പോയി ഉസ്താദിനോടൊന്നും പറയാത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഖേദമുണ്ട്, വിഷമമുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ ആവും വീട് പണി നീണ്ടു പോണത്. അങ്ങനെ വിചാരിക്കട്ടോ ഞാൻ. ചോനെ ഇനി 3 ലക്ഷമാണ് ഞാൻ എടുക്കാൻ പോണത്. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് വേണം എനിക്ക് ആ പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് ലോൺ അടച്ച് വീട്ടാൻ. അങ്ങനെയാണ് ഞാൻ അടുക്കള ഉണ്ടാക്കാൻ പോണത് കേട്ടോ. 3 ലക്ഷം ഉറുപ്പ്യ അറിയുമ്പോൾ അതിന് പലിശ തന്നെ ഒരുപാട് വരും. എന്താ ചെയ്യുക, പലിശ വാങ്ങാനും കൊടുക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾക്ക് അല്ലാതെ ആരാണ് അത്രയും പൈസ തരുന്നത്? അല്ലാതെ നമുക്ക് അടുക്കള പെട്ടെന്ന് കയറൂല. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് അറിയണത് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഹലോ, ഇന്ന് ഞാൻ വന്നിക്കണത് നിങ്ങളോട് പറയാൻ വന്നിക്കണത് നമ്മളെ വീട് പണി 2 വർഷം 3 മാസമായി സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മളെ വീട് പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് പേഴ്സണലായിട്ട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചു, എന്താണ് ഇത്ര നീളുന്ന്? എല്ലാവരും വീട് പണി തുടങ്ങിയ 1 വർഷത്തിൻ്റെ ഉള്ളിലെങ്കിലും ഹൗസ് വാമിങ് നടത്തും, ലോൺ എടുത്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഹൗസ് വാമിങ് നടത്തും. എൻ്റെ വീട് പണി എന്താണ് ഇങ്ങനെ നീങ്ങാത്തതെന്നും ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയിട്ടുള്ളൊരു സത്യമായിട്ടുള്ളൊരു കാര്യം ഉണ്ടോ, നമ്മളൊരു വീടിന് കുറ്റിയടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മളെ മഹലിലെ അമ്മക്കുണ്ടാവുമല്ലോ ഒരു പള്ളി, ആ പള്ളിക്ക് പോയിട്ട് ഉസ്താദുമാരോടൊന്ന് പറയണം. ഒന്നും ഉണ്ടായിട്ടല്ല, ഓരോ വിളിക്കൊന്നും വേണ്ട, ഉസ്താദെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് വെക്കാൻ കരുതുന്നുണ്ട്, വീട് പണി തുടങ്ങാൻ, ലൈഫിൽ നിന്ന് വീട് പാസ്സായിക്കണം, അപ്പോൾ വീട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നിങ്ങളൊന്ന് ദുആയിൽ ഉൾപ്പെടുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് വല്ലാത്തൊരു കുറ്റബോധം ഉണ്ട് കേട്ടോ എനിക്ക്. കാരണം തലേ ദിവസമാണ് പിറ്റേന്ന് വീടിന് കുറ്റിയടിക്കുക എന്നുള്ള തീരുമാനമായത്. തലേ ദിവസം കുഞ്ഞാണിയാക്കാക്ക് എല്ലാ കാര്യം പെട്ടെന്ന് ഇങ്ങനെ നടക്കണം. അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ സ്ഥലത്തില്ല. ഇമ്മയും കുറ്റിയടിയിൽ ഒരു വീടിന് കുറ്റിയടിക്കുമ്പോൾ ഓലൊക്കെ വേണമല്ലോ. ഉമ്മയും ഇവിടെ സ്ഥലത്തില്ലാത്തൊരവസ്ഥയെന്ന് ഉമ്മ പണിക്കുപോയതും ഉമ്മക്ക് കുറ്റിയടിക്കണയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതൊരു തെറ്റ്. പിന്നെ കുഞ്ഞാണിയാക്കാൻ്റെ ഒപ്പം മാത്രമാണ് വന്നത്. അഞ്ചന്മാരോ കാര്യങ്ങളോ ഓരോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഉപ്പാനോടെ പറഞ്ഞു, ഇപ്പം നാളെ കുറ്റിയടിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വരിയെന്ന് ഉപ്പാനോട് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാണിക്കാക്കാൻ്റെ ഒപ്പം വന്നു. ഇപ്പം കുഞ്ഞാണിയാക്കി ഞാനും മാത്രം ഉള്ളായിരുന്നു. പിന്നെ തലേ ദിവസം കുഞ്ഞാണിയാക്ക പറഞ്ഞു കുറ്റിയടിക്കാൻ ഞങ്ങളെ കുഞ്ഞാണിൻ്റെ തുണക്കാരൻ്റെ വീടിന് കുറ്റിയടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് അത് കുറ്റിയടിക്കൽ കഴിഞ്ഞിട്ട് നമ്മളതും കൂടി കുറ്റിയടിക്കാറുണ്ട് കുഞ്ഞാണിയാക്ക. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പൈസ ആയിട്ടില്ല, ഒന്നും റെഡി ആയിട്ടില്ലായിരുന്നു, നമുക്ക് ഒരാഴ്ചയും കൂടി നമുക്ക് ഈ 42,000 ഉറുപ്പ്യ ഉണ്ട് കയ്യിൽ, അത് മാത്രമല്ലായിട്ടുള്ളൂ. അപ്പം നമുക്കൊരു ലോണ് പാസ്സാക്കാം, ആ ലോണ് പാസ്സാക്കിയതിൻ്റെ ശേഷം നമുക്ക് കുറ്റിയടിച്ചാൽ മതി എന്ന് കുഞ്ഞാണിയാക്കാനോട് ഞാൻ പറഞ്ഞു. അത് പറ്റൂല, നമുക്ക് കുറ്റിയടിച്ചിട്ട് നമുക്ക് പൈസ ഒക്കെ പിന്നെ വന്നോളും എന്ന് പറഞ്ഞു. അത് നമ്മളടുത്ത് വല്ലാത്തൊരു തെറ്റായി പോയിട്ട്. അപ്പോൾ പള്ളിക്ക് ചെന്ന് പറഞ്ഞില്ല. അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. പിന്നെ ഞങ്ങൾ ലോണ് പാസ്സാക്കി വണ്ടൂര് ബാങ്കിൽ നിന്നാണ് ലോണ് പാസ്സാക്കിയത്. പിന്നെ ആ 2,40,40,000 രൂപ ലോൺ എടുത്തു. ആ പൈസയാണ് ഞാൻ എന്താ പറയണത്, ലോൺ എടുത്താലും ആ പൈസ അടച്ച് വീട്ടുന്നത് നമ്മളെ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ കൊണ്ടാണ് അടച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ മാഷാ അല്ലാഹ് ആ ലോണ് ഇപ്പോൾ അടച്ച് വീട്ടി. ഞാൻ ആ 2,40,40,000 അടച്ച് വീട്ടി. അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ പൈസയാണ്. പിന്നെ അതിൻ്റെ പുറത്ത് അടക്കാത്ത പൈസകളും യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പാടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം മാഷാ അല്ലാഹ് അതിൽ അടുക്കള ഇല്ലാന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ അതിൽ കുറേ കമൻ്റ് ഉണ്ട്, നിങ്ങളെ കുടിക്കൽ ഞങ്ങൾ വരും, ഹൗസ് വാങ്ങിൽ വരും. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. ഞാൻ എല്ലാവരും വിളിക്കും, എൻ്റെ നമ്പർ ഞാൻ വെച്ചിട്ട് നിങ്ങളെല്ലാവരും വിളിക്കും. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വരണതിൻ്റെ ആഗ്രഹമാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ വണ്ടൂർ ബാങ്കിൽ പോയിട്ട് ലോണ് പാസ്സാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആധാരം ഓൾറെഡി ബാങ്കിലാണല്ലോ. അപ്പോൾ എല്ലാവരും പറയും, ആധാരം ഒന്നും ബാങ്കിലിട്ട് വെച്ച് ലോൺ എടുത്താൽ
പേരൂല എന്ന് പറയും. പക്ഷെ നമുക്ക് ഈ പണി തുടങ്ങാനുള്ള പൈസ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കുറച്ച് കിട്ടുള്ളൂ. അപ്പം അത് നമ്മളൊരു സ്ഥലത്തുനിന്ന് കടം വാങ്ങി അതിങ്ങനെ കൊടുത്ത് തീർക്കുകയാണ്. അല്ലാതെ ഇപ്പോൾ ആരെ നമുക്ക് അത്രയും പൈസ വായ്പ തരുന്നത്? ഇപ്പം ഞാൻ അടുക്കളക്ക് വേണ്ടിയിട്ടും ഇപ്പം നമ്മളെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഉണ്ട്, അതിന് 3 ലക്ഷമാണ് ഇപ്പം ഞാൻ ലോൺ എടുക്കാൻ പോണത്. ആ 3 ലക്ഷം ഞാൻ ലോൺ എടുക്കണുണ്ടെങ്കിൽ അതിന് ഒരുപാട് പലിശ വരും. നിങ്ങൾക്കറിയാലോ, ഒരു 10,000 റുപ്യ ലോൺ എടുത്താൽ നമ്മൾ എത്ര പലിശ കൊടുക്കണം? അപ്പോൾ ഞാൻ ആ 3 ലക്ഷം ലോൺ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ഓരോ വീഡിയോ ഇടുന്നതിന് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ആ ലോൺ അടച്ച് വീട്ടും ഇൻഷാ അല്ലാഹ്. ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളത്. ആർക്കും നമുക്ക് പിന്നെ ഇങ്ങനെ കൊള്ള പലിശക്ക് പൈസ നമുക്ക് ഞങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, എടുക്കാൻ പാടില്ല. അത് കുറ്റാണ്. വാങ്ങാനും കൊടുക്കാനും പാടില്ല പലിശ. പക്ഷേ ഒരു നിവൃത്തിയില്ലാത്ത ഈ പച്ച പാവങ്ങൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ലോൺ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്, ലോൺ എടുക്കുന്നത്. ഇപ്പോൾ മാഷാ അല്ലാഹ് ഞാൻ ഇപ്പോൾ ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ആധാരം ഒന്നും കൂടെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ആദ്യം തൊട്ട് അതിൻ്റെ കുടിക്കടവും അതും ഇതും പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തിൻ്റെ പ്ലാൻ വരച്ചതും ഒക്കെ വേണം. എന്നിട്ട് വേണം ഇനി രണ്ടാമത് പാസ്സാക്കണം. ഇനി ഒരാഴ്ചയും കൂടി കഴിയും ആ ലോണും കൂടി പാസ്സാകാൻ. എന്നിട്ട് വേണം നമുക്ക് അടുക്കളപ്പണി തുടങ്ങാൻ. അപ്പോൾ കയ്യിൽ കുറച്ച് പൈസ, ഇത്തിരി പൈസ ഉണ്ട്, അതുകൊണ്ട് തുടങ്ങിയിട്ട് കാര്യമല്ല, ആവൂല. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ കീറി അതിൽ കല്ലൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും അത് കഴിയും, കുറച്ച് പൈസയുള്ളൂ. അപ്പോൾ ആ ലോണ് പാസ്സാക്കിയിട്ട് വേണം നമുക്ക് വീട് പണി തുടങ്ങാനിട്ടോ. അപ്പോൾ അതും കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പറയണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും നിങ്ങളെ പ്രാർത്ഥന സപ്പോർട്ട് എനിക്ക് വേണം. ആരെ ദുആയാണ് അള്ളാഹു പിന്നെ സ്വീകരിക്കാൻ നമുക്ക് പറയാൻ പറ്റൂല. അപ്പം എല്ലാവരും ദുആ ചെയ്യണം. 3 ലക്ഷമൊക്കെ ലോൺ എടുക്കുമ്പോൾ പഠിച്ചോനെ എനിക്ക് ബേജാറാണ്. ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. 3 ലക്ഷമൊക്കെ ലോൺ എടുക്കുമ്പോൾ എന്ന് കാലം അത് വീടും. ഇത് നിങ്ങൾക്കറിയാലോ, അപ്പം നമുക്ക് വലിയ വ്യൂസ് ഒന്നുമില്ല. ഒരു വീഡിയോ ഒരു 10K ഒക്കെ 10,000 ആൾക്കാർ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടാൽ ഒരു $2 $2.5 കയറുള്ളൂ. ഈ $2 $2.5 എന്ന് പറഞ്ഞാൽ $1 92 റുപ്യാണ്. അപ്പോൾ എത്രയുള്ളൂ നമുക്ക് കിട്ടുക? അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോകളൊന്ന് ഷെയർ ചെയ്ത് സഹായിച്ചാൽ മാത്രം മതി. എൻ്റെ വീഡിയോ കണ്ടാൽ ഷെയർ ചെയ്യണം. എനിക്ക് ഞങ്ങളോടൊരു ആഗ്രഹം പറഞ്ഞില്ലേ, ആ ഒരു മാസത്തിൽ തന്നെ നമുക്ക് നമ്മളെ ഹൗസ് വാമിങ് നടത്തണം. നിങ്ങളെല്ലാവരും ഞാൻ വിളിക്കും. പിന്നെ ഒരാൾ കമൻറ്റിൽ പറഞ്ഞിരുന്നു, പിന്നെ കുടിരിക്കലിന് എന്താ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്കറിയില്ല കാര്യമായിട്ട് പറഞ്ഞാണോ എന്താണെന്നൊന്നും അറിയില്ല. ഫർണിച്ചറാണ് വാങ്ങിത്തരാറുന്നത്. മാഷാ അല്ലാഹ് എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾക്ക് ഫർണിച്ചറൊന്നും എനിക്ക് വാങ്ങിത്തരണ്ട. ഇവിടെ നമ്മളൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഇവിടെ വന്ന് വീടിരിക്കൽ ഇനി വന്ന് 2 വറ്റ് തിന്ന് അൽഹംദുലില്ലാ പോയാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വേറെ ഒന്നും പ്രതീക്ഷിക്കണില്ല കേട്ടോ. പിന്നെ പഠിച്ചവൻ്റെ അടുത്താണ് ലോണ്. എത്ര എടുത്താലും അത് വീട്ടുന്നതും പഠിച്ചവനാണ്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ ഉസ്താദുമാരുണ്ട്, അവർ പറയും ലോൺ എടുക്കാൻ പാടില്ല, ലോൺ എടുത്താൽ പേരില്ല. അത് ശരിയാണ്. നമ്മൾ ഈ ലോൺ എടുത്താൽ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2,40,000 പൈസയാണ് നമ്മുടെ വീടിന് ലോൺ എടുത്തത്. അത് 4,250 രൂപ വെച്ചിട്ടാണ് മാസം അടക്കേണ്ടത്. ആ പൈസ ഞാൻ 10,000 15,000 ഒക്കെ അടച്ച് ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് കുറേ പൈസ കിട്ടുമ്പോൾ, ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് കൂടി കിട്ടുമ്പോൾ 20,000 ഒക്കെ അടച്ച മാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ ലോണ് പെട്ടെന്ന് വീടിയത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോഴൊന്നും വീടൂല. അപ്പോൾ അതിനൊക്കെ കാരണക്കാരും പിന്നെ ഒക്കെ നിങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്നാണ് ഞാൻ ബാങ്ക് പോയത്. ഇന്ന് 19-ആം തീയതിയാണ് ബാങ്ക് പോയത്. നാളെ 20-ആം തീയതിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ബാങ്ക് പോയത്, അവിടെ ഞാൻ ബാങ്കിൻ്റെ ഭാഗങ്ങൾ കുറച്ചെടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണണം കേട്ടോ. വണ്ടൂർ ആ ബാങ്കിലാണ് ഞാൻ പോയിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം, വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ആ ബാങ്കിലാണ് ഞാൻ പോയിട്ടുള്ളത്. നല്ല മഴയായിരുന്നു. ഞാൻ തിരിച്ച് പോന്നപ്പോൾ എൻ്റെ സ്കൂട്ടി അങ്ങോട്ട് ഓഫായി, സ്റ്റാർട്ടാകണില്ല. അതിൽ പിന്നെ ഞാൻ അവിടെ നിർത്തി ഉന്തി തള്ളി. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ്. ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സ്കൂട്ടി തള്ളി ഇങ്ങനെ പോകണം. എനിക്ക് എന്താണ് ഭയങ്കര മടിയാണ്. സ്കൂട്ടിമ്മ ഇങ്ങനെ പോകണ മാതിരിയുള്ള ഭയങ്കര മടിയാണ്. എല്ലാവരും ഇങ്ങനെ നോക്കും സ്കൂട്ടി ഇങ്ങനെ തള്ളി പോകുമ്പോൾ. എന്നിട്ട് ഞാൻ അവിടെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നിർത്തി.
റോഡിന്റെ നടുവെന്നണ്ട് ഓഫായി. ബാക്കിൽ കാർ ഇങ്ങനെ ഹോൺ അടിക്കണ്ട്. ഈ വണ്ടി നീങ്ങണ്ടേ. അപ്പൊ അത് ഹമ്പ് ഉണ്ടല്ലോ, ഹമ്പുമ്മ കയറിനോട് കൂടിയ വണ്ടി ഓഫായത്. പിന്നെ ഈ ഹമ്പുമ്മ എങ്ങനെ ഞാൻ ഉരുട്ടുക, ബേക്കൊക്കെ എടുക്കാൻ വയ്യ, മുന്നേക്ക് എടുക്കാൻ വയ്യ. ഒരുവിധം ഞാൻ സൈഡിക്ക് എടുത്തുട്ടോ. അങ്ങനെ വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. 150 ഉറുപ്പ്യ കൊടുത്തു ഫീസ്. 150 ഉറുപ്പ്യയായി. പിന്നെ ഞാൻ പോന്നു. പിന്നെ പൂക്കോട്ടുംപാടത്ത് ഞങ്ങൾക്ക് ഒരു പിന്നെ ഞങ്ങളെ അങ്കണവാടി ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും പിന്നെ ആശാ വർക്കർമാർക്കും സാലറി കൂട്ടിയിരുന്നു. അപ്പോൾ അതിനും വേണ്ടിയിട്ട്, ആ സാലറി കൂട്ടിയതിനും വേണ്ടിയിട്ട് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് ഒരു ജാഥയൊക്കെ പോയി. അതിലൊക്കെ പങ്കെടുത്ത് ഇപ്പോൾ വന്ന് ഇരിക്കുകയാണ്. ഇപ്പോൾ വന്നിരുന്നിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും പിന്നെ ദുആ ചെയ്യണം, ദുആയിൽ ഉൾപ്പെടുത്തണം. വീടൊക്കെ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മഹല്ലുള്ള ഉസ്താദ്മാരോടൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും വേണ്ട, അതൊക്കെ ഒരു പൊരുത്തം എന്നൊക്കെ പറയണതാണ്. അതുപോലെ നമ്മളെ സ്വന്തം രക്ഷിതാക്കളെ അതിൽ പങ്കെടുക്കുക. അവർക്ക് പറ്റാത്തൊരു ദിവസം നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നില്ല, വെക്കലുണ്ടായില്ല. അപ്പോൾ കുഞ്ഞാണിയാക്കാരോട് ഞാൻ പറഞ്ഞതാണ് വേണ്ട. അപ്പോൾ കുഞ്ഞാണിയാക്ക നമ്മളെ അവിടേക്ക് കുറ്റിയടിക്കാൻ വരുന്നുണ്ടല്ലോ, എന്നാൽ ഇന്ന് തന്നെ നമുക്ക് കുറ്റിയടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് കേട്ടോ. കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ എത്രയുണ്ട് കേട്ടോ. എന്തായാലും ലോണ് പാസ്സായി കിട്ടാൻ ഏകദേശം ഒരാഴ്ച വരും. എനിക്ക് പേടിയാകുന്നുണ്ട്. അത് പാസ്സായി വന്ന് അപ്പത്തേനും പിന്നെ മഴയും തുടങ്ങും. പിന്നെ റബിയുൽ അവ്വൽ ആകുമ്പോഴത്തേന് പണി തീരും. ആ ഒരു പേടിയുണ്ട് എനിക്ക്. അപ്പം എന്തായാലും നമുക്കിത് ലോൺ എടുത്തിട്ട് തന്നെ നമുക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ എടുക്കണ ലോണ് അടച്ചു വീട്ടാനാണ് ഞാൻ എന്താ പറയുക, അടച്ചു വീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പൈസ എടുക്കണത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒന്നിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് 1 ലക്ഷം 2 ലക്ഷം ഒന്നും കിട്ടൂല. എല്ലാ മാസം കുറച്ച് കിട്ടി 2 മാസം കൂടുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു കുറി 3 മാസം കൂടുമ്പോൾ വരെ കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന്. കാരണം ഒരു മാസം $100 ആവാത്ത മാസമുണ്ട്. വീഡിയോ ഇങ്ങോട്ട് ഇതായി കിട്ടണ്ടേ, വ്യൂ ഇങ്ങോട്ട് ആയി കിട്ടണ്ടേ, എന്നാലല്ലേ ഇപ്പം നമുക്ക് 10 ഉറുപ്പ്യയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരോടും ഇതിൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ വീട് പണി നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ലോൺ ഞാൻ എടുക്കുകയും ചെയ്യും, പൈസ ഇങ്ങനെ കൂടും ചെയ്യും. അത് ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിട്ടില്ലെങ്കിൽ കടം കൊണ്ട് ഞാൻ ആകെ കടം ഒന്നായിട്ട് വന്ന് തലയിൽ കൂടെ മറി. നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് പൈസ എടുക്കുമ്പോഴത്തേനും അതിൻ്റെ പലിശ എത്രയോ എന്ന് ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പം എല്ലാവരും പിന്നെ ദുആ ചെയ്യണം, ദുആയിൽ ഉൾപ്പെടുത്തണം. വീടൊക്കെ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മഹല്ലുള്ള ഉസ്താദ്മാരോടൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും വേണ്ട, അതൊക്കെ ഒരു പൊരുത്തം എന്നൊക്കെ പറയണതാണ്. അതുപോലെ നമ്മളെ സ്വന്തം രക്ഷിതാക്കളെ അതിൽ പങ്കെടുക്കുക. അവർക്ക് പറ്റാത്തൊരു ദിവസം നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നില്ല, വെക്കലുണ്ടായില്ല. അപ്പോൾ കുഞ്ഞാണിയാക്കാരോട് ഞാൻ പറഞ്ഞതാണ് വേണ്ട. അപ്പോൾ കുഞ്ഞാണിയാക്ക നമ്മളെ അവിടേക്ക് കുറ്റിയടിക്കാൻ വരുന്നുണ്ടല്ലോ, എന്നാൽ ഇന്ന് തന്നെ നമുക്ക് കുറ്റിയടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് കേട്ടോ. കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ എത്രയുണ്ട് കേട്ടോ. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. Benar-benar